ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെറൈറ്റി ദോശ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ റോസ്റ്റഡ് ആവണമെന്നൊന്നുമില്ല, ഞാനിവിടെ റോസ്റ്റഡ് അല്ലാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. ഇതുപോലത്തെ ഒരു സ്മൂത്ത് ബാറ്ററാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ മാവിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മാവ് അധികം കട്ടിയാൽ ദോശ നന്നായി കിട്ടൂല, എന്നാലിട്ട് അധികം ലൂസ് ആവാനും പാടില്ല. ആ രീതിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ദോശയ്ക്ക്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മാവ് അരച്ചെടുത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ദോശ തവ ചൂടാക്കിയിട്ടുണ്ട്. തവ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ദോശയ്ക്ക് ചെറുങ്ങനെ ഒരു കട്ടി ഉണ്ടാവും, നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് നൈസാക്കി പരത്തിയെടുക്കാൻ പറ്റൂല. ഇപ്പം ദോശൻ്റെ മുകൾ ഭാഗത്തൊക്കെ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നിറയെ ബബിൾസൊക്കെ വന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പം 1 ടീസ്പൂൺ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം ശരിക്ക് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ദോശ റെഡിയാക്കി എടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണിത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ദോശ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ദോശ റെസിപ്പിയാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ മാവിൽ മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്. അപ്പോൾ അടുത്ത് തന്നെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.